ഹലോ അനുപമ മാച്ചിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ഡെക്കോർ വീഡിയോ ആണ്. ഡെക്കോർ എന്ന് പറയുമ്പോൾ ഇന്ന് 2 ഡെക്കോറാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ഒന്ന് ഹാങ്ങിങ് ഡെക്കോറും ഒന്ന് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോറുമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഡെക്കോർ ഫുൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇലയുടെ ഷേപ്പിലൊരു സംഭവം ഉണ്ടാക്കിയെടുത്തു. ഞാൻ അതിന് പെയിൻ്റ് അടിച്ചു കൊടുത്തു. ആക്ച്വലി ഈ പെയിൻ്റ് അടിച്ചു കൊടുത്ത ഈ ഒരു ഓർഡർ ഞാനൊരു ത്രെഡ് വർക്കിൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് കളർ വേണമെങ്കിലും അടിച്ചെടുക്കാം. പിന്നെ ഇത് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ത്രെഡ് വേണമല്ലോ. സോ എൻ്റെ കയ്യിലുള്ള ഈ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ കെട്ടിയത്. നിങ്ങളുടെ കയ്യിൽ ഏത് ത്രെഡ് ആണെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഭംഗിയാക്കാം. പിന്നെ അതിൽ വുഡൻ്റെ ഒരു ബീഡും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ബ്രൗൺ കളറായതുകൊണ്ട് തന്നെ ഞാനതിൽ കുറച്ച് കളർ ചെയ്തെടുത്തു. കാരണം ഇതായിട്ട് വല്ല കോമ്പിനേഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. സോ പിന്നെ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് വേണം. അപ്പോൾ ഒരു സ്റ്റിക്കും ഞാൻ എടുത്തു വന്നിട്ടുണ്ട് പറമ്പിൽ നിന്ന്. എന്നിട്ട് പിന്നെ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ഓർഡറുകളൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ ഹാങ് ചെയ്തിട്ടു. സോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സെക്കൻഡായിട്ട് ചെയ്തത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാധനമായിരുന്നു. നമ്മളുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ ഇതുപോലെ എന്തെങ്കിലും ക്ലോത്തിൻ്റെ പീസസ്, അതായത് നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൻ്റെ പീസസ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതുപോലത്തെ പീസസ്. സോ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിനൊരു ബോർഡർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട്, കാർഡ്ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കട്ടിയുള്ള ഒരു ഷീറ്റിൽ ഇതുപോലെ ബ്രൗൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് നേരെ നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പ് ക്ലോത്തിൻ്റെ കാർഡ്ബോർഡ് ഉണ്ടല്ലോ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ട്രയാങ്കിൾസൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് ഇഷ്ടത്തിൽ ആ ഒരു പാറ്റേണിൽ നമുക്ക് വാൾസിലേക്ക് പ്ലേസ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് പ്ലേസ് ചെയ്തത്. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾക്കും സൂപ്പർ ഐറ്റംസ് ഉണ്ടാക്കാം. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.